ഈ രാജ്യത്ത് ചില തൽപര കക്ഷികൾ, ചില ദേശവിരുദ്ധർ, ചില രാജ്യദ്രോഹികൾ അവർ കൂട്ടം ചേർന്ന് ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ, യുവാക്കൾ നടത്തുന്ന സമരത്തിനെ ഹൈജാക്ക് ചെയ്യാൻ, അതിനെ അട്ടിമറിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കേരളത്തിലെയും രാജ്യത്തെയും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരെയും കൂട്ടുപിടിച്ച് സമാധാനപരമായി ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ, യുവാക്കൾ നടത്തുന്ന സമരത്തെ അട്ടിമറിച്ച് ആ സമരത്തെ അരാഷ്ട്രീയവൽക്കരിച്ച് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും നേരെ വഴിതിരിച്ചു വിടാനുള്ള വലിയ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ഒരാഴ്ച ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ഈ രാജ്യത്ത് ലോക്സഭയിൽ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഞങ്ങൾക്ക് യുവമോർച്ചയ്ക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ അട്ടിമറിക്കാൻ മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങളല്ല നിങ്ങളുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു വിചാരിച്ചതുപോലെ ഈ ഐതിഹാസിക സമരത്തിന്റെ യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അരാഷ്ട്രീയവാദികൾക്കും യുവജനവഞ്ചകൾക്കുമെതിരെയുള്ള ഈ ഐതിഹാസിക സമര പോരാട്ടത്തിന്റെ പടയണിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കാര്യകർത്താക്കളെ, ഈ സമരത്തിന്റെ ഈ പടയണിയുടെ അധ്യക്ഷൻ നമ്മുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ പ്രിയങ്കരനായ ഈ മനുപ്രസാദാണ്. ഈ സമരത്തിന്റെ അധ്യക്ഷനായി മനുച്ചേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ എന്തിനാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ സമരവുമായി വന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി കേക്ക് മുറിക്കാൻ വേണ്ടി വരൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിമാരെ വിളിച്ചു വരുത്തി പറ്റിച്ചതുപോലെ ആയിരുന്നില്ല യുവമോർച്ചയുടെ ഈ സമരം. ഞങ്ങൾ കൃത്യമായി പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, പോലീസ് ഏമാന്മാരോട് പറഞ്ഞു, ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് വരുന്നുണ്ട് യുവമോർച്ചയുടെ സമയം പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, അരാജകവാദികൾ നടത്തിയ സമരം പോലെ ആയിരിക്കില്ല. ഉറച്ച മുഷ്ടിയും മച്ചയും മാംസവുമുള്ള നിരായുധരായ ഞങ്ങൾ ഈ സമരവുമായി വരും. അക്രമത്തിന്റെയോ ആയുധത്തിന്റെയോ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ടാകില്ല. മറിച്ച് ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ യുവശക്തിയുടെ പോരാട്ടം ഈ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളുടെ ടാങ്കുകളിലെ വെള്ളം, ജലപീരങ്കിയിലെ വെള്ളം, ലാത്തിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതുകൂടി കൂട്ടിക്കോ. ഈ സമരം ഞങ്ങൾ അവസാനിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതേ അല്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ വഞ്ചിച്ച് PSCയുടെ ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്ന ഈ സമയത്ത് അതൊന്നും തിരിഞ്ഞു നോക്കാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട്, യുവാക്കളോട് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിന് ഞങ്ങളെ പിന്തുണയ്ക്കാൻ, ഈ പരിപാടി, ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ചാത്തന്നൂർ MLA ആയിട്ടുള്ള, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള, നിയമസഭയ്ക്കകത്ത് PSC വിഷയം ഉന്നയിച്ച പ്രിയപ്പെട്ട ഗോപകുമാർ സാറാണ്.